സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് അത് എഫക്റ്റീവ്ലി ഒരു എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാകണം. എന്താ ഈ എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്? ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് നല്ല ബോഡി ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട് ടോൺ വേരിയേഷൻസ് വേണ്ടുന്ന സ്ഥലത്ത് കൃത്യമായ ടോൺ വേരിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ പേഷ്യൻസിന് വളരെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന നോളജബിൾ ആയിട്ടുള്ള ഐ കോണ്ടാക്റ്റ്, ബോഡി ലാംഗ്വേജ് എല്ലാം വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പെഷ്യൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഹോസ്പിറ്റലിൽ അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവണം. അവർ ആ എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഡൺ ഇൻ സ്പെഷ്യൽ സിറ്റുവേഷൻസ്. നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ് സി, എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ പേഷ്യൻസ് ആർ ഫാമിലീസ് ഈസ് ഡൺ ഇൻ ആൻ എഫക്റ്റീവ് മാനർ എന്നാണ് പറയുക. സോ ആ ഒരു എഫക്റ്റീവ്ലി ഇറ്റ് ഷുഡ് ബി ഡൺ ഫോർ ഈച്ച് identified special situation. The organization shall detail the nature of the enhanced communication that should be required. Sometimes അത് വളരെ പ്രിസൈസ് ആയിട്ട് പറയേണ്ട കാര്യമായിരിക്കും. Sometimes it should be explained more well for getting knowledge about that situation. So നമുക്ക് സ്പൈക്സ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാം. സോ വളരെ കൃത്യമായിട്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സി, PRE 8C ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എത്ര നന്നായി ചെയ്യണമെന്നതിനെ ഡിമാൻഡ് ചെയ്യുന്നു. കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പേഷ്യൻ്റ് ആൻഡ് ഫാമിലി ഈസ് ഡൺ എഫക്റ്റീവ്ലി.